ഹലോ നമസ്കാരം. ക്യുനൈറ്റ്സ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാണ്. ഓക്കെ, 1 കോടി ജനങ്ങളോട് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള മിഷനോട് കൂടിയാണ് ക്യുനൈറ്റ്സ് അക്കാദമി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്നുള്ളത് ഗൂഗിളിന്റെ ജെമിനിയിലെ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നാനോ ബനാന എന്നുള്ള ഫീച്ചർ. ഓക്കെ, അപ്പൊ അത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അത് ഫോട്ടോഷോപ്പിന് പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരുപാട് ചർച്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നാനോ ബനാന എന്നുള്ള ഫീച്ചർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഗൂഗിൾ നമുക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോക്ക് എങ്ങനെ എഡിറ്റിംഗ് കൊണ്ടുവരാം, എന്തെല്ലാം യൂസ് കേസുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഒരു 6 7 8ഓളം യൂസ് കേസുകൾ വെച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാം, അതെങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗൂഗിളിന്റെ ക്രോം തുറന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ജെമിനി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. എപ്പോഴത്തെയും ചെയ്യുന്ന പോലെ ജെമിനിയിൽ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷമാണ് നമുക്ക് ജെമിനിയിൽ ആക്സസ് കിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ ഗൂഗിൾ ജെമിനി എന്നത് ആദ്യം വരുന്ന സൈറ്റിലോട്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ജെമിനി ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ പ്രോ വെർഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ കിട്ടുക എന്നുള്ള വീഡിയോസ് ഒക്കെ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 2.5 ഫ്ലാഷ് എന്നുള്ള വെർഷനാണ് ഇപ്പോൾ ഓപ്പൺ ആയി കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെ ടൂൾസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ക്രിയേറ്റ് ഇമേജസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ജെമിനിയിൽ ഗൂഗിൾ ബനാന ഫീച്ചർ എന്നുള്ളത് ഈ ക്രിയേറ്റ് ഇമേജ് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരുപാട് യൂസ് കേസുകൾ ഉണ്ട്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു യൂസ് കേസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണൽ സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജെമിനി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബനാന ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് പേഴ്സണൽ നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേഴ്സണൽ സ്റ്റൈൽ, നമ്മളെ ഹെയർ കളർ മാറ്റണം, ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോഷോപ്പിൻ്റെ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പ്രോംപ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റൈൽ മാറ്റി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. ഞാനൊരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പ്ലസ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തു. അപ്ലോഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഞാനൊരു ഈ ബോയിയുടെ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു ബോയ് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ചേഞ്ച് ദി ഹെയർ സ്റ്റൈൽ ഓഫ് ബോയ്. ഈ കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ മാറ്റണം. അപ്പൊ സ്റ്റൈലിന്റെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ എന്ത് ആണ് റിസൾട്ട് വരുന്നത് നോക്കാം. ഈ ബോയ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ എന്ത് ഹെയർ സ്റ്റൈലാണ് നമുക്ക് ജെമിനി തരുന്നത് എന്നുള്ളത് നോക്കാം. ചിലപ്പോൾ നമ്മളോട് എന്ത് ഹെയർ സ്റ്റൈലാണ് വേണ്ടതെന്നുള്ളത് ചോദിക്കും. ഡയറക്റ്റ് നമുക്ക് റിസൾട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ബോയിയുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെയർ സ്റ്റൈല് മാറ്റി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഏത് തരത്തിലുള്ള ഹെയർ സ്റ്റൈലാണ് വേണ്ടത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിനനുസരിച്ച് മാറ്റി തരും എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടിയുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഹെയർ കട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു യൂസ് കേസ് ആണ് പറഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ ഈ കുട്ടിയുടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് ദി ടീഷർട്ട് കളർ, ഷർട്ടിന്റെ കളർ എന്താകണം, ബ്ലാക്ക് ആകണം എന്നുള്ളത് നമ്മൾ ടൈപ്പ് കളർ ടു ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും എന്നുള്ള നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത യൂസ് കേസിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജെമിനിയുടെ ബനാന ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷർട്ടിന്റെ കളർ മാറ്റാൻ പറഞ്ഞു. ഇപ്പോൾ വൈറ്റ് കളറാണ്, ബ്ലാക്ക് കളറിലോട്ട് മാറ്റാൻ പറഞ്ഞു. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലോ ക്രിയേറ്റ് ചെയ്ത് തന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ 2 യൂസ് കേസുകൾ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇനി വേണമെങ്കിൽ ഈ ഫോട്ടോയിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. റിമൂവ് ദി ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിമൂവ് ദി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്തിരും എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു പോർട്രേറ്റ് ഇമേജ് അല്ലെങ്കിൽ PNG ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ലെവലിലും എന്ത് ചെയ്തു നമുക്ക് പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് നോക്കാം.
ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ മേക്ക് ദി ബാക്ക്ഗ്രൗണ്ട് into ദുബായ് സിറ്റി. ദുബായ് സിറ്റിയിൽ ഈ കുട്ടി നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് എനിക്ക് വേണ്ടത്. ദുബായ് സിറ്റി എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് മാറ്റങ്ങൾ തരും എന്നുള്ളതാണ്. വളരെ പെട്ടെന്നാണ്. അപ്പോൾ ഒരു ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ക്യാൻവയോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസ് കേസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഇത് പെർഫെക്റ്റ് ആയിട്ടാണ് കണ്ടുള്ളത്. ദുബായ് സിറ്റിയുടെ മുൻപിൽ ഈ കുട്ടി ഹെയർ സ്റ്റൈലും അതുപോലെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. വണ്ടർഫുൾ ആണ് അല്ലേ? അപ്പോൾ പല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഡിറ്റിംഗ്, ഒരു ഗ്രാഫിക് ഡിസൈനർ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഗൂഗിളിന്റെ നാനോ ബനാന ഫീച്ചറിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു 3 യൂസ് കേസ് നമ്മൾ കണ്ടല്ലേ. ഫോട്ടോ, നമുക്ക് ഹെയർ സ്റ്റൈൽ മാറ്റാൻ പറ്റും, അതുപോലെ ഈ കുട്ടിയുടെ നിറം മാറ്റണമെങ്കിൽ അതും മാറ്റാം, ടീഷർട്ടിന്റെ നിറം മാറ്റി ടീഷർട്ടിന്റെ സ്റ്റൈലും ആണെങ്കിൽ മാറ്റാം, ചേഞ്ച് നമുക്ക് കൊടുക്കാം, ചേഞ്ച് ദി ഷർട്ട് ടു സ്യൂട്ട്, ഷർട്ടിനെ സ്യൂട്ടാക്കി മാറ്റണം എന്ന് പറഞ്ഞു, ടീഷർട്ടിനെ എന്ത് സ്യൂട്ടാക്കി മാറ്റാൻ നമ്മൾ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ ഡിഫറെൻറ്റ് എന്ത് ചെയ്യാം, ഡ്രസ്സുകൾ നമുക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ആ കുട്ടിയുടെ വേഷം മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടില്ലേ, കോട്ടിട്ട് നിൽക്കുന്ന കുട്ടിയായിട്ട് മാറി എന്നുള്ളതാണ്, സ്യൂട്ടായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ വണ്ടർഫുൾ തിങ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊരു എളുപ്പത്തിലാണ് നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ നാനോ ബനാന യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു യൂസ് കേസ് ഇനി നോക്കാം. എന്താണ് ജെമിനി വെച്ചിട്ട് നമുക്ക് ബനാന എന്നുള്ള ഫീച്ചർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ഫോട്ടോ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. നമ്മളതിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാണിച്ചു തന്നു. അതുപോലെ വ്യത്യസ്ത സീനുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് 2 ഫോട്ടോസ് കമ്പൈൻ ചെയ്തിട്ട്, അതായത് ഒരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ ഡോഗ് ഉണ്ട്, ഈ കുട്ടിയും ഡോഗയും ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫോട്ടോയിൽ കമ്പൈൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നോക്കാം. ഞാനിവിടെ എന്ത് ചെയ്യുന്ന ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ലൊരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു യങ് മാൻ, ജെന്റിൽമാൻ നടന്നു വരുന്ന ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തു. ഓക്കെ, ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ്. ഞാനൊരു ക്യാറ്റ്, ഇവിടെ ഒരു പൂച്ച, ഒരു ക്യാറ്റ് നിൽക്കുന്ന ഇരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എന്ത് ചെയ്തു, അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മനുഷ്യൻ, ഈ ജെന്റിൽമാൻ ഈ പൂച്ചനെ പിടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആണ് എനിക്ക് വേണ്ടെന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യും, ഞാൻ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, ദി ക്യാറ്റ് ഇൻ image 2 എന്ത് ചെയ്യാണ്, രണ്ടാമത്തെ ഇമേജിലുള്ള ഈ ക്യാറ്റ് എന്ത് ചെയ്യാണ്, ഈ 2 ഈസ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ദ മാൻ ഇൻ image 1 ഈസ് walking with the cat in image 2 image 2ലുള്ള ക്യാറ്റ് എന്താണ്, ക്യാറ്റിന്റെ കൂടെ എന്ത് ചെയ്യാണ്, ഈ ഇമേജ് 1ലുള്ള മാൻ എന്താണ്, നടക്കുകയാണ്, വിത്ത് എ റോപ്പ് ഇൻ ഹാൻഡ്. ഒരു റോപ്പ്, ഒരു കയറിലാണ് ക്യാറ്റ് നടക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. റോപ്പ് ഇൻ ഹാൻഡ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ജനറേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 2 ഇമേജ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ ഇമേജ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ള ഒരു യൂസ് കേസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ജെമിനി നമുക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ
ഒരു ഫോട്ടോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടു. അതുപോലെ ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കണ്ടു. യെസ് യെസ് കണ്ടോ, ഈ മനുഷ്യൻ എന്താണ്, ഈ പൂച്ചനെ, ചെങ്ങലയിട്ട പൂച്ചനെ എന്ത് ചെയ്യാണ്, പിടിച്ച് നടക്കുന്ന ഒരു ഫോട്ടോ. ഇവിടെ ഒരു ഡോഗ് ആണെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആവും അല്ലേ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വളരെ ക്യൂട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊരു യൂസ് കേസ് ആണ്. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്, ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോട്ടോ ഇവിടെ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ എന്നുള്ളത് ഒരു എന്താണ്, ഒരു നമുക്ക് ജസ്റ്റ് ഇപ്പോൾ മോക്കപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളൊരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്തു, അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫോട്ടോന്റെ കളർ മാറ്റണം, അല്ലെങ്കിൽ ചേഞ്ച് ദി ബോട്ടിൽ കളർ ഇപ്പൊ ഇതിൽ നമുക്ക് ഈ ഫോട്ടോയിൽ 3 ബോട്ടിൽ കാണാൻ പറ്റും. മിഡിൽ ബോട്ടിലിന്റെ കളർ മാത്രം മാറ്റി കൊടുക്കണം. ചേഞ്ച് ദ മിഡിൽ ബോട്ടിൽ, മിഡിലുള്ള ബോട്ടിലിന്റെ കളർ എന്ത് ചെയ്യുക, സ്പെല്ലിംഗ് ഒക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതൊക്കെ ഓട്ടോമാറ്റിക് തന്നെ കറക്റ്റ് ചെയ്തോളും. മിഡിൽ ബോട്ടിൽ കളർ ടു റെഡ് കളറാക്കി മാറ്റണം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ഇമേജ് ഇതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 ബോട്ടിലുകൾ ഹാങ് ചെയ്തിരിക്കുന്ന ഒരു അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പൊ ഇതിൽ ഈ നടുവത്തെ മിഡിലുള്ള ബോട്ടിലിന്റെ കളർ റെഡ് കളറാക്കി മാറ്റണം എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താവും എന്നുള്ള നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ലോഡിംഗ് ആണ്. അപ്പൊ ഇത്തരം യൂസ് കേസുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ബോട്ടിലിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, കളർ മാറ്റി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെ സിമിലർ ആയിട്ട് വേറൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് വേണ്ടത് എന്നെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ വെച്ചിട്ട് ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, ഇതിന്റെ മിഡിലിൽ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്തിട്ട് വേറെ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് യൂസ് കേസുകൾ നമുക്ക് എന്ത്, ഫോട്ടോഷോപ്പിൽ നമ്മൾ സമയങ്ങൾ, ഒരു മിനിറ്റുകളോളം ചെലവഴിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വളരെ സിമ്പിൾ ഒരു പ്രോംപ്റ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഗൂഗിൾ നമുക്ക് വേണ്ടി തന്നിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് ഞാനൊരു വേറൊരു ഫോട്ടോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്ത് തരാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഓക്കെ യെസ്, ഒരു ഡ്രസ്സിന്റെ ഔട്ട്ഫിറ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഡ്രസ്സിന്റെ ഔട്ട്ഫിറ്റ് ആണ്. അപ്പൊ ഞാൻ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, ഈ ഡ്രസ്സ് ഔട്ട്ഫിറ്റ് ധരിച്ചിട്ടുള്ള ഒരു ലേഡി എനിക്ക് വേണം, അല്ലെങ്കിൽ ഫുൾ ഡ്രസ്സഡ് ആയിട്ടുള്ള ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ഗേൾ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ, ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ഇമേജ് എനിക്ക് വേണം എന്ന് ഞാൻ കൊടുക്കുകയാണ്. നീഡ് ഐ വാണ്ട് എ ഫുൾ ഡ്രസ്ഡ്, ഒരു ബോയ് ആണ് വേണ്ടി, വിത്ത് ദി ഔട്ട്ഫിറ്റ് ഗിവൺ അബവ്. മുകളിൽ കൊടുത്തിട്ടുള്ള ഔട്ട്ഫിറ്റ് വെച്ചിട്ട് എനിക്ക് ഫുൾ ഡ്രസ്സഡ് ബോയിനെ വേണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഔട്ട്ഫിറ്റ് ആയിട്ട് നമുക്ക് ഒരു പാന്റ് ഉണ്ട്, ഒരു ഷർട്ട് ഉണ്ട്, ഒരു ഷൂ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഐ വാണ്ട് എ ഫുൾ ഡ്രസ്ഡ് ബോയ് വിത്ത് ഔട്ട്ഫിറ്റ് ഗിവൺ അബവ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സോ ക്യൂരിയസ് എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി ഭയങ്കര ക്യൂരിയസ് ആണ്. എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ. അങ്ങനെ ഒരുപാട് യൂസ് കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജെമിനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള വളരെ യെസ് കണ്ടോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ബോയിനെ ഈ ഔട്ട്ഫിറ്റ് ധരിച്ചിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വെരി നൈസ്. ഓക്കെ, ദിസ് ഈസ് ദ തിങ്. കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വൈറ്റ് ടീഷർട്ട് ധരിച്ചിട്ടുള്ള, ജീൻസ് പാന്റ് ധരിച്ചിട്ടുള്ള സെയിം ഷൂ തന്നെയാണ്. കണ്ടോ, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഇത് തന്നെ ഒരു വേറെ യൂസ് കേസ് നോക്കാം. നേരെ തിരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഫാഷൻ ഒരു ഗേളിന്റെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്.
എന്നിട്ട് എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് ദി ഔട്ട്ഫിറ്റ് ഫ്രം ഇറ്റ്, ഔട്ട്ഫിറ്റ് ഫ്രം ഫ്രം ഇതിന്ന് ഔട്ട്ഫിറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഈ ലേഡി ധരിച്ചിട്ടുള്ള, ഈ കുട്ടി ധരിച്ചിട്ടുള്ള ഔട്ട്ഫിറ്റിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം, സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് നമുക്കപ്പോ മോക്കപ്സ് ഉണ്ടാക്കാനും അതുപോലെ ഡ്രസ്സിന്റെ ഫാഷൻ സ്റ്റോർ ഒക്കെ തുറക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് വെച്ചിട്ട് ഒരു ഫുൾ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു ഷോപ്പ് ചെയ്യുന്ന ഒരു ഗ്രാഫിക് ഡിസൈനറെ കണ്ടിട്ട് വേണം നമുക്കത് ചെയ്യാൻ. അപ്പൊ നമുക്ക് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസൈൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിലൂടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഒന്നുകൂടി ബെറ്റർ ആക്കണമെങ്കിൽ നമുക്ക് ആ ലെവലിൽ ചെയ്യാം. യെസ്, ആ കുട്ടി ധരിച്ചിട്ടുള്ള ഔട്ട്ഫിറ്റ്, ടീഷർട്ട്, ജാക്കറ്റ്, അതുപോലെ ഷൂ, ഇങ്ങനെ ഔട്ട്ഫിറ്റുകൾ നമുക്ക് സെപ്പറേറ്റ് ആയി തന്നിട്ടുണ്ട്. ഒന്നുകൂടി ഭംഗിയായിട്ട് കൊടുക്കാൻ ഒന്നുകൂടി പ്രോംപ്റ്റ് ഒന്നും കൂടി അടിപൊളിയായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ അതാണ് ആ കുട്ടീനെ ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവർ, അതുപോലെ കണ്ണട എല്ലാം തിരിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു യൂസ് കേസ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസ് കേസ് ആണ്, ഞാനൊരു റൂം, ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് റൂം ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാണ്. ഒരു കാലിയായിട്ടുള്ള ഇന്റീരിയർ ഒക്കെ ഫുള്ളി ഫർണിഷ്ഡ് അല്ലാത്തൊരു റൂം ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കൊടുക്കുകയാണ് ഐ വാണ്ട് എനിക്ക് സോഫ സെറ്റ്, ഐ വാണ്ട് എ സോഫ സെറ്റ് ഇൻ ദിസ് റൂമിൽ എനിക്ക് എന്തായാലും സോഫ സെറ്റ് വേണം. സോഫയുടെ നിറം, കളർ എല്ലാം വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ചുള്ള ഇത് തരും. ഈ റൂമിൽ ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള റൂം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ എനിക്ക് സോഫ സെറ്റ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബനാന എന്നുള്ള ഈ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് എന്ത് ഒരു വീടിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ വീടിന്റെ പെയിന്റ് ഒന്ന് മാറ്റണം, പെയിന്റിന്റെ കളർ ഇന്നതാകണം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കണ്ടോ, ഈ റൂമിൽ അതിമനോഹരമായിട്ടൊരു സോഫ സെറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളൊന്നും കൊടുത്തിട്ടില്ല, നമ്മൾ ആകെ സോഫ സെറ്റ് വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. വളരെ ഭംഗിയിൽ ആ റൂമിൽ എന്ത് പ്ലേസ് ചെയ്ത് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇന്റീരിയർ ഡിസൈനർ നമ്മൾ കാണേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, AI തന്നെ അതിനനുസരിച്ച് ലാപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് പ്ലേസ് ചെയ്ത് തന്നു എന്നുള്ളതാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നിങ്ങൾ നോക്കൂ, ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള റൂം അല്ലേ, ഇതാണ് നമ്മൾ ഈ റൂമിൽ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫോട്ടോ നമുക്ക് പ്ലേസ് ചെയ്ത് തന്നു എന്നുള്ളതാണ്. ഓക്കെ, കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ദിസ് ഈസ് ഇറ്റ്. ഭയങ്കര ക്യൂരിയസ് ആണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളായിട്ട് നമുക്ക് ജെമിനി മാറി തന്നു എന്നുള്ളതാണ് അല്ലെ. അതും ഫ്രീ ആയിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് നമുക്ക് ജെമിനി തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇനി അടുത്തൊരു യൂസ് കേസ് എനിക്ക് വേണമെങ്കിൽ വേറൊരു യൂസ് കേസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഈ റൂമിന്റെ വാൾ കളർ മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തരുന്നുള്ളതാണ്. ഞാൻ വേറൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ എനിക്ക് ഫർണിച്ചർ ഓൾറെഡി പ്ലേസ്ഡ് ആണ്. എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഈ സോഫ സെറ്റ് ഇവിടെ വേണ്ട എന്നാണെങ്കിൽ റിമൂവ് ദി സോഫ ഫ്രം ഇറ്റ്. ഈ ഫോട്ടോ എനിക്ക് സോഫ വേണ്ട ഫ്രം ഇറ്റ് എന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് ആ രീതിയിൽ എന്ത് ചെയ്യും, എനിക്ക് ജനറേറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. ഞാൻ ഈ ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തത്, എനിക്ക് ഈ സോഫ ഇവിടെ വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഒഴിവാക്കിയിട്ടുള്ള ഒരു പിക്ചർ എനിക്ക് വേണ്ടി ജനറേറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. അപ്പോൾ ആ ലെവലിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
മറ്റേ നമ്മൾ സമയം എടുത്തിട്ട് എന്ത് ക്രോപ്പ് ചെയ്തിട്ടൊക്കെ നമ്മൾ കളയണം എന്നുള്ള ഒരു അവസ്ഥയാണ് ക്യാൻവ ആണെങ്കിലും ഫോട്ടോഷോപ്പ് ആണെങ്കിലും നമുക്ക് വരുന്നത്. അപ്പൊ അതൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും ഇതിനെ ഇവിടുന്ന് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഹൈലൈറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സമയം എടുക്കുന്നുണ്ട്, അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അടുത്തൊരു യൂസ് കേസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യെസ് കണ്ടോ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഒന്നും ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് തന്നെ നമുക്ക് അറിയില്ല അല്ലെ, ആ ലെവലിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു യൂസ് കേസ്, നമുക്ക് ഈ റൂമിന്റെ വാൾ കളർ, വാൾ പെയിന്റ്, ചേഞ്ച് ദി വാൾ, ചേഞ്ച് ചേഞ്ച് ദി വാൾ പെയിന്റ് ടു റെഡ് വാൾ പെയിന്റ് എന്താ റെഡ് ആക്കി മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് സിമ്പിൾ പ്രോംപ്റ്റ് ആണ്, ആർക്കും ഒരു ഇംഗ്ലീഷ് ബേസിക് അറിയാവുന്ന ഒരാൾക്ക് കൊടുക്കാവുന്ന ഒരു പ്രോംപ്റ്റ് ഞാൻ കൊടുക്കുന്നുള്ളൂ. അത് കഠിനമായിട്ടുള്ള പ്രോംപ്റ്റ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കോമൺ ലാംഗ്വേജിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ലെവലിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് തരും. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്ലോറിന്റെ മെറ്റീരിയൽ മാറ്റണം എന്ന് പറഞ്ഞാൽ അത് മാറ്റി തരും, വാർഡ്രോബിന്റെ കളർ മാറ്റാം അത് മാറ്റി തരും, ഇവിടെ ഉള്ളത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് മാറ്റി തരും, കാർപ്പറ്റിന്റെ കളർ മാറ്റാം എന്ന് പറഞ്ഞാൽ അത് മാറ്റി തരും. അപ്പൊ ഇങ്ങനെ ഒരു ഇന്ത്യൻ ഡിസൈനർ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വീടിന്റെ എന്ത് ചെയ്യാം, വീടൊന്ന് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ ഇന്നത് പ്ലേസ് ചെയ്യണം, ഫർണിച്ചർ ഇന്നത് വേണം, അല്ലെങ്കിൽ വാൾപേപ്പർ ഇത് വേണം എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പ്ലേസ് ചെയ്ത് തരും. ഒരുപാട് യൂസ് കേസ് ഇതിനുണ്ട്, നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ് കണ്ടോ മനോഹരമായിട്ട് റെഡ് കളറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വാള് ചെയ്ത് തന്നിട്ടുണ്ട് എന്നാണ്. ഫുൾ ആണെങ്കിൽ ഫുൾ അങ്ങനെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് യൂസ് കേസുകൾ നമ്മളൊന്ന് ചെയ്തു എന്നല്ലേ, മനോഹരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഓരോ കാര്യങ്ങളും നാനോ ബനാന എന്നുള്ള ഫീച്ചർ തന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു യൂസ് കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരുപാട് യൂസ് കേസുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇ കൊമേഴ്സ് പ്രൊഡക്റ്റ് മോക്കപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ നാനോ ബനാന അത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പ്രൊഡക്റ്റ് മോക്കപ്സിന് വേണ്ടിയിട്ട്, അതായത് ഞാനിവിടെ ഷൂവിൻ്റെ ഫോട്ടോ, അതായത് ഒരു ഷൂവിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഉണ്ടോ, ഒരു ഷൂ അപ്ലോഡ് ചെയ്തെടുത്ത് ഈ ഷൂവിന് എന്ത് ചെയ്യണം, ഷൂവിന്റെ കളർ മാറണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ഒന്ന് കൊടുത്താൽ മതി. മേക്ക് എ മോക്കപ്പ്, ഒരു മോക്കപ്പ് എനിക്ക് ഉണ്ടാക്കണം ഇൻ വിച്ച് ഈ ഷൂ എന്ത് ചെയ്യണം, എനിക്ക് ഒരു സ്റ്റാൻഡിന്മേൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്, എനിക്കൊരു മോക്കപ്പ് ആണ് വേണ്ടത്. വിച്ച് ദി ഷൂ പ്ലേസ്ഡ് ഓൺ എ സ്റ്റാൻഡ്, ഒരു സ്റ്റാൻഡിന്മേൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു മോക്കപ്പ് ആണ് എനിക്ക് വേണ്ടത് എന്നുള്ളത്. ഈ ഷൂവിനെ എന്തായാലും സ്റ്റാൻഡിന്മേൽ പ്ലേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ജ്വല്ലറി ഷൂവിന്റെ കടയിൽ കയറി കഴിഞ്ഞാൽ സ്റ്റാൻഡിന്മേൽ പ്ലേസ് ചെയ്യുന്ന ലെവലിൽ, അല്ലെങ്കിൽ ഒരു ഇൻട്രോ പ്രൊഡക്റ്റ് ഇമേജ് എന്നൊക്കെ ലെവലിൽ നമുക്ക് മോക്കപ്പിന് ഒരു പെട്ടിയിൽ വേണം, ഒരു പെട്ടിയിൽ പ്ലേസ് ചെയ്താൽ അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഈ ഷൂ ഒരു മനുഷ്യൻ ഒരു ബോയ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയും നമുക്ക് ഇതിനെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എങ്ങനെയൊക്കെ പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ആ ലെവലിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് തരുന്നത് എന്നുള്ളത്. ഓക്കെ, അതൊരു യൂസ് കേസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അടുത്തൊരു യൂസ് കേസ് നമുക്ക് അതൊന്ന് ജനറേറ്റ് ആയി വരുന്നുണ്ട്. അപ്പൊ അടുത്ത യൂസ് കേസ് നമുക്ക് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈൻ, ഒരു റൂം നമ്മൾ കാണിച്ചു തന്നു, ഒരു ബ്ലാങ്ക് റൂം തന്നിട്ട് അതിൽ നമുക്ക് ഓരോന്ന് പ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. കണ്ടോ, ഈ ഷൂ എന്ത് ചെയ്ത് ഒരു സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് തന്നു എന്നുള്ളതാണ്. ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് അത് ആ ലെവലിലുള്ള പ്രോംപ്റ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഈ ഷൂവിന് എന്ത് ചെയ്ത്, ഈ ഷൂവിന് നമുക്ക് ഈ ഷൂ എന്ത് ചെയ്തൊരു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാള് ഈ ഷൂ ഇട്ടിട്ടുള്ള രീതി കാണിച്ചാൽ, ഈ ഷൂ ഒരാൾ ധരിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ നമുക്ക് പ്രോംപ്റ്റ് കൊടുത്താൽ ദ ഷൂ ഈസ് എന്താണ് ഫിറ്റഡ് ഇൻ എ ബോയ് ലെഗ്, ഒരു ബോയുടെ ലെഗിൽ ഈ ഷൂ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി
ഈ ഷൂട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് വേണമെങ്കിൽ ആ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ മോക്കപ്സിൽ തന്നെ ഇത് പെട്ടിയിൽ നമുക്കൊരു പെട്ടിയിൽ എങ്ങനെ എന്ത് ഷൂ പ്ലേസറിനെ ബോക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെവലിൽ നമുക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് യൂസ് കേസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ഒരു കപ്പിൾസിന്റെ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് കപ്പിൾസിന്റെ ഡ്രസ്സിന്റെ നിറം മാറ്റണം, അല്ലെങ്കിൽ കപ്പിൾസിന്റെ സ്റ്റൈൽ മാറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു യൂസ് കേസ് കൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. നമുക്ക് ആ യൂസ് കേസുകളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഗ്രൂപ്പിന്റെ ലിങ്ക് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതുപോലെ പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് വേണമെങ്കിൽ അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കുട്ടി ഈ ഷൂ ധരിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിലൊക്കെ നമുക്ക്, അപ്പോൾ നമ്മുടെ കാലിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഷൂ ധരിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ വിത്തൗട്ട് ദെയർ പ്രസൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ മോക്കപ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്കൊരു ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഞാൻ പറയാണ്, ഐ നീഡ് ഐ ആം എ ടീച്ചർ, ഞാൻ ടീച്ചറാണ്. ഐ നീഡ് എ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡയഗ്രാം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രാം എനിക്ക് വേണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യും. ഞാൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്ന് എനിക്ക് ഡൈജസ്റ്റീവ് ഡയഗ്രാം വേണമെന്ന് ഞാൻ കൊടുക്കുമ്പോൾ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, അതിന്റെ ഡയഗ്രാം എന്ത് ചെയ്യും, ജെമിനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ട് കാണിച്ചു എന്നുള്ളത് ഒന്നുകൂടി എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ടീച്ചർക്ക് ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു അസൈൻമെന്റ് അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു ഡയഗ്രാം വേണം, റെഫർ ചെയ്തിട്ട് നല്ല ഡയഗ്രാം കിട്ടുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ നോട്ട് നമുക്ക് ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഡയഗ്രാം ഉണ്ടാക്കി തരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ലാബിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബിൽ ഏതെങ്കിലും പാർട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഹൈലൈറ്റ് ചെയ്ത് തരും. അപ്പം ഇങ്ങനെ ഡൈജസ്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട്, അനാട്ടമി പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടീച്ചറുടെ യൂസ് കേസിന് നമുക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് കാണിച്ചിരുന്നത്. ഒരുപാട് യൂസ് കേസ് നമ്മൾ എന്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റൂമിൽ എങ്ങനെ ഫർണിച്ചർ ഇന്റീരിയർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ, ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് വേറെ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കണ്ടോ, ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് വേണ്ടി റെഡിയാക്കി തന്നു എന്നുള്ളതാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലെ, ലാബിൽ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു യൂസ് കേസ് നമുക്കും ചെയ്യാവുന്നതാണ്. വേറൊരു ഡൈജസ്റ്റ് എങ്ങനെയാണ്, ഇതിൽ ഏതെങ്കിലും പാഠം ഹൈലൈറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ എന്ത് ചെയ്തും നമുക്ക് തരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് യൂസ് കേസ് ഇനിയും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് യൂസ് കേസുകൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക, വീട്ടിൽ ലാപ്ടോപ്പ് ഒക്കെ ഓൺ ആക്കി, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പേഴ്സണലി നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യുനൈറ്റ്സ് AI അക്കാദമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 1 കോടി ജനങ്ങളിലോട്ട് ഫ്രീ ആയിട്ട് AI എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ പുതിയൊരു വീഡിയോ, ഇനിയും ധാരാളം വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാനിച്ചുകൊണ്ട് നമുക്ക് നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മളെ ചെയ്യുന്ന രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു എവരിവൺ.